പാഞ്ഞെത്തിയ പോലീസ് സംഘം ആദ്യം വീടിന്റെ ജനൽച്ചില്ലുകളും മുറ്റത്തു നിർത്തിയിട്ടിരുന്ന കാർ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവ അടിച്ചു തകർത്തു. പോലീസുകാർ അടിക്കുന്ന ലൈവായിട്ട് ജനലിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരത് അങ്ങനെ ഇതൊക്കെ വീടും നമ്മുടെ വണ്ടിയൊക്കെ അടിച്ച് പോകുമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വീടിനുള്ളിൽ കയറി ഡിഗ്രി വിദ്യാർത്ഥിയായ നബീലിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി. വാഹനത്തിലേക്ക് കയറ്റിയപ്പോൾ മുതുകിന് മർദ്ദിച്ചതായും നബീൽ പറഞ്ഞു. നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്തായിരുന്നു അവർ പിടിച്ചുകൊണ്ടുപോവുക, അങ്ങനെ വലിച്ചിട്ട് ബസ് കയറ്റി കൊണ്ടുപോവുക. പുറത്ത് 4-5 പോലീസുകാർ ചേർന്ന് നന്നായിട്ട് മർദ്ദിച്ചു. പിന്നാലെ പിതാവ് സൈദലവിക്കും സമാനമായ രീതിയിൽ മർദ്ദനം. ഇരുവരെയും മലപ്പുറം AR ക്യാമ്പിലാണ് പോലീസ് എത്തിച്ചത്. അവിടെ കൂടെ ഉണ്ടായിരുന്നവരെ പോലീസ് പെരുവിരലിൽ മാത്രം നിർത്തി പീഡിപ്പിച്ചതായും ഇവർ പറയുന്നു. കൂടാതെ കേട്ടാലറയ്ക്കുന്ന അസഭ്യവും പോലീസുകാർ വിളിച്ചു പറഞ്ഞതായും നബീലും പിതാവും സാക്ഷ്യപ്പെടുത്തുന്നു. കുറച്ചാളുകൾ അവർ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ ചെയ്യുന്ന എല്ലാതരം രീതികളും പണിഷ്മെന്റുകളും അവർ ചെയ്തിട്ടുണ്ട്. അവസാനം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. സഞ്ജു പൊറ്റമലിനൊപ്പം KR സാജു, മീഡിയ 1 താനൂർ.